അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു കുട്ടി ജനിച്ച ഉടനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു കുട്ടി ജനിച്ച ഉടനെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം. അതോടൊപ്പം റബ്ബി ഇന്നി ഉഈദുഹ ബിക വദുരിയതഹ മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്ത് ഓതണം. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യണം. ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ഈ കാര്യങ്ങളാണ് ഒരു കുട്ടി ജനിച്ച ഉടനെ ചെയ്യേണ്ട സുന്നത്തായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം മധുരം നൽകുക, കുട്ടിക്ക് മധുരം നൽകുക എന്നുള്ളതും സുന്നത്താണ്. ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിന്റെ യുക്തി എന്താ ശരിക്കും? ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത് കൊണ്ട് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന ജിന്ന് അല്ലെങ്കിൽ പിശാജ് ബാധ, അതിൻ്റെ ഉപദ്രവങ്ങൾ, അതിൽ നിന്ന് കുട്ടിക്ക് സംരക്ഷണം ലഭിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, കുട്ടി ജനിച്ചു ഉടനെ കേൾക്കുന്ന വാക്ക് അത് അള്ളാഹുവിൻ്റെ നാമമാവട്ടെ എന്നുള്ളതും അതിൻ്റെ യുക്തി തന്നെയാണ്. ഇപ്പോൾ ആൺകുട്ടികളെ ചെവിയിലും പെൺകുട്ടികളെ ചെവിയിലും ഒരേപോലെ ബാങ്കും ഇഖാമത്തും ആ രീതി തന്നെയാണോ? രണ്ടും ഒരേപോലെ തന്നെയാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ബാങ്കും ഇഖാമത്തും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത് റബ്ബി ഇന്നി ഉഈദുഹ ബിക വദുരിയതഹ മിനശ് ശൈത്വാനിർ റജീം, അത് ശരിക്ക് ഒരു പെണ്ണിനോട് പറയുന്ന വർത്താനാണ്. ഇന്നി ഉഈദുഹ, ഇവളെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആ ളമീർ മടങ്ങുന്നത് സ്ത്രീലിംഗത്തിലേക്കാണ്. എന്നാലും അത് ഖുർആനിൽ വന്ന ആയത്തായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ആൺകുട്ടിയാണെങ്കിലും റബ്ബി ഇന്നി ഉഈദുഹ ബിക വദുരിയതഹ മിനശ് ശൈത്വാനിർ റജീം എന്ന് തന്നെയാണ് പറയേണ്ടത്. കുട്ടിക്ക് മധുരം കൊടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ, അത് ആരാണ് കൊടുക്കൽ നല്ലത്? കുട്ടിക്ക് മധുരം നൽകേണ്ടത് സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾക്ക് കുട്ടികളുണ്ടായാൽ ഉടനെ കുട്ടിയുമായിട്ട് റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് വരാറായിരുന്നു പതിവ്. അപ്പോൾ സ്വാലിഹീങ്ങളാണ് കുട്ടിക്ക് മധുരം നൽകേണ്ടത്. അത് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും അത് പ്രതിഫലിക്കും. അപ്പോൾ സ്വാലിഹീങ്ങൾ മധുരം നൽകണം, സജ്ജനങ്ങളിൽപ്പെട്ട ആളുകൾ മധുരം നൽകണം. കൂട്ടത്തിൽപ്പെട്ട സ്വാലിഹീങ്ങൾ ആരാണോ അവർ നൽകുക. അത് പുരുഷനാണ് ഏറ്റവും നല്ലത്. പുരുഷനില്ലെങ്കിൽ സ്ത്രീക്കും നൽകാം, കുഴപ്പമൊന്നുമില്ല. മധുരമാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സംസം കൊടുത്താൽ മതിയോ? ഇനി അതല്ല മധുരമാണ് കൊടുക്കുന്നതെങ്കിൽ ഏത് മധുര കൊടുക്കേണ്ടത്? ഇവിടെ സംസം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല, മധുരം കൊടുക്കുക എന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ ഉള്ളിലേക്ക് മധുരം എത്തുന്ന രീതിയിൽ കൊടുക്കണം. ഏറ്റവും നല്ലത് നല്ല പഴുത്ത് പാകമായ ഈത്തപ്പഴം, അത് ചതച്ചരച്ച് അതിൻ്റെ ചെറിയൊരു നീര് കുട്ടിയുടെ ഉൾഭാഗത്തേക്ക് അതിൻ്റെ മധുരം എത്തുന്ന രീതിയിൽ കുട്ടിയുടെ വായിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ ഈ ഈത്തപ്പഴം തന്നെ സംസത്തിൽ ചാലിച്ച് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ തീ തട്ടാത്ത മധുരങ്ങൾ കൊടുക്കാം, തേന് കൊടുക്കാം. അതുപോലെയുള്ള മധുരങ്ങളാണ് കൊടുക്കേണ്ടത്. കുട്ടിയുടെ ഉൾഭാഗത്തേക്ക് അല്പം മധുരം എത്തുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ തേന് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടിക്ക് കൊടുക്കുന്നതാണ്, കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, അതിനനുസരിച്ചിട്ടേ കൊടുക്കാൻ പറ്റൂ. ചെറിയൊരു മധുരം കുട്ടിയുടെ ഉൾഭാഗത്ത് എത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ ഒരു സ്പൂണ് തേൻ അങ്ങനെ കൊടുക്കാൻ പറ്റൂല. കുട്ടിക്ക് പേരിടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? ജനിച്ച ഉടനെ ഇടണോ അല്ലെങ്കിൽ എപ്പോഴാണ് സുന്നത്ത് ഉണ്ടാവുക? കുട്ടിക്ക് പേരിടൽ സുന്നത്ത് കുട്ടി ജനിച്ചതിൻ്റെ ശേഷം 7ാമത്തെ ദിവസമാണ്. കുട്ടി ജനിച്ച് 7ാമത്തെ ദിവസമാണ് പേരിടൽ സുന്നത്ത്. 7ാമത്തെ ദിവസം അതിനുള്ളിൽ എന്നില്ല? അല്ല, 7ാമത്തെ ദിവസം, അതാണ് സുന്നത്ത്. പക്ഷെ അവിടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് റിക്കാർഡിക്കലായിട്ട് ഹോസ്പിറ്റലിലുള്ള സമയത്ത് തന്നെ കുട്ടിയുടെ പേര് എഴുതി കൊടുക്കേണ്ടി വരും. എന്നാലേ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് വരുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ബർത്ത് സർട്ടിഫിക്കറ്റിൽ പ്രത്യേകം പേര് എഴുതിയിട്ടില്ല അല്ലെ പേര് നൽകിയിട്ടില്ല എന്നൊക്കെ വരും. അത് പിന്നീട് പേര് ആഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊഴിവാക്കാൻ കുട്ടി ജനിച്ച ഉടനെ പേരിടാം, കുഴപ്പമൊന്നുമില്ല, അതിൽ തെറ്റൊന്നുമില്ല. സുന്നത്ത് 7ാം ദിവസം ഇടലാണ്. ജനിച്ച ഉടനെ പേര് വിളിക്കുന്നത് കൊണ്ടോ മറ്റോ കുഴപ്പങ്ങളൊന്നുമില്ല. പേരിടുന്ന സമയത്ത് കുട്ടിയുടെ വലത് ചെവിയിൽ 3 പ്രാവശ്യം പേര് വിളിക്കൽ അങ്ങനെ എന്തെങ്കിലും പതിവ്? അങ്ങനെയൊന്നുമില്ല. പേരിടുന്ന സമയത്ത് പേര് പറഞ്ഞാൽ മാത്രം വെറുതെ പറയുന്നത് മാത്രം. കുട്ടിയുടെ ചെവിയിൽ വിളിക്കണമെന്നില്ല? അങ്ങനെയൊന്നുമില്ല. പേരിടുന്ന സമയത്ത് അബ്ദുൽ മനാഫ് പോലെയുള്ള പേരുകൾ ഇടാൻ പാടുണ്ടോ? പാടില്ല. അബ്ദ് എന്ന തുടക്കം വരികയാണെങ്കിൽ
അബ്ദ് എന്നുള്ളത് അടിമ എന്നാണല്ലോ അർത്ഥം. അപ്പൊ അബ്ദ് എന്ന് തുടക്കം വരികയാണെങ്കിൽ അതിനുശേഷം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ ആയിരിക്കണം, അള്ളാഹുവിൻ്റെ പേരായിരിക്കണം, എങ്കിലേ അബ്ദ് ചേർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അബ്ദുൽ മനാഫ്, ഇപ്പൊ ധാരാളമായി ചില സ്ഥലങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് അബ്ദുൽ മനാഫ് എന്ന പേര്. അബ്ദുൽ മനാഫ് എന്ന പേരിടാൻ പാടില്ല. അത് മനാഫ് എന്നൊരു ബിംബം ഖുറൈശികൾക്കുണ്ടായിരുന്നു, അതിലേക്ക് ചേർത്ത് അവരിട്ട പേരാണ് അബ്ദു മനാഫ്. അത് നമുക്കിടാൻ പാടില്ല, ആ പേരിടൽ തെറ്റാണ്. ഇപ്പൊ പേരിടുമ്പോൾ എപ്പോഴും നല്ല പേരുകളായിരിക്കണം. പ്രത്യേകം സുന്നത്തുണ്ട്, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുറഹീം പോലെയുള്ള പേരുകൾ. പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര്. അത്തരം നല്ല പേരുകളാവുക, അല്ലെങ്കിൽ സജ്ജനങ്ങളിട്ട പേരുകളാവുക, ഇതൊക്കെ നല്ല തന്നെയാണ്, സുന്നത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പേരിടുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്തരം പേരുകൾ ഇടരുത്. ഇനി ആർക്കെങ്കിലും മോശപ്പെട്ട പേരാണ് ഇട്ടത് എങ്കിൽ, ഇതേപോലെയുള്ള അബ്ദു മനാഫ് പോലെയുള്ള പേരുകളാണ് ഇട്ടതെങ്കിൽ, അത് പിന്നീട് മാറ്റണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല മോശപ്പെട്ട പേരുകളും മാറ്റിയിട്ടുണ്ട്. കുട്ടി ജനിച്ച 7ാമത്തെ ദിവസം തന്നെയാണല്ലോ മുടി കളയേണ്ടതും അക്കീക്ക അറക്കേണ്ടതും. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഏതാ? ആദ്യം ചെയ്യേണ്ടത് കുട്ടിക്ക് പേരിടുക എന്നുള്ളതാണ്. പേരിട്ടതിന് ശേഷം അറവ് നടത്തുക, പിന്നീട് മുടി കളയുക. ഇതാണ് അതിൻ്റെ സുന്നത്തായ രീതി. സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആൾക്കാരെ അപ്പോൾ അക്കീക്ക ലേറ്റ് ആക്കുമല്ലോ, അപ്പോൾ അതിന്റെ കുഴപ്പമൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് 7ാമത്തെ ദിവസം അക്കീക്കത്ത് അറുക്കുന്നില്ല എങ്കിൽ പിന്നീട് 14ാമത്തെ ദിവസം ഇറക്കാം, അതല്ലെങ്കിൽ 21ാമത്തെ ദിവസം, അല്ലെങ്കിൽ 28ാമത്തെ ദിവസം. ഇങ്ങനെ 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള ദിവസങ്ങളിലാണ് അക്കീക്കത്ത് അറുക്കൽ സുന്നത്തായിട്ട് വരുന്നത്. 7ന്റെ അന്ന് തന്നെ മുടി കളയാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ 40ന്റെ അന്ന് അക്കീക്കത്ത് അറുക്കുന്നൊരു പതിവ് അങ്ങനെ കേട്ട് വരാറുണ്ട്. അത് ശരിയല്ല. 7ന്റെ ഗുണിതങ്ങളിലാണ് അത് സുന്നത്തായി വരുന്നത്. ചില ഈ 7ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ പ്രസവിച്ച ആ ദിവസവും കൂടെ ഇൻക്ലൂഡഡ് ആണോ? അത് പ്രസവിച്ച സമയം നോക്കണം. രാത്രിയാണ് പ്രസവിച്ചതെങ്കിൽ അതിന് ശേഷമുള്ള പകല് മുതലാണ് ദിവസം കണക്കാക്കുക. അതേസമയത്ത് പകലാണ് പ്രസവിച്ചതെങ്കിൽ അത് 1ാമത്തെ ദിവസമാണ്. പകല് പ്രസവിച്ചതാണെങ്കിൽ അത് 1ാമത്തെ ദിവസമാണ്. രാത്രിയാണ് പ്രസവിച്ചെങ്കിൽ അതിന്റെ ശേഷം വരുന്ന പകലാണ് 1ാമത്തെ ദിവസമായി പരിഗണിക്കുക. രാത്രി എന്ന് പറയുമ്പോൾ മഗ്‌രിബിന് ശേഷമുള്ള സമയം. അതെ. അക്കീക്കത്ത് അറക്കാൻ കഴിവുണ്ടായിട്ടും അറക്കാതിരിക്കല്, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? കുറ്റമൊന്നുമില്ല. പക്ഷെ അക്കീക്കത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും അക്കീക്കത്ത് അറുത്തിട്ടില്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ മക്കൾക്ക് അനുവാദം നൽകപ്പെടുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നാളെ മഹ്ശറിൽ മക്കൾ മാതാപിതാക്കൾക്ക് ശുപാർശ ചെയ്യുമ്പോൾ അക്കീക്കത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും മക്കൾക്ക് വേണ്ടി അക്കീക്കത്ത് അറുക്കാത്ത രക്ഷിതാക്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ മക്കൾക്ക് അനുവാദം ലഭിക്കില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ കുറ്റമൊന്നുമില്ല. പിന്നെ അക്കീക്കത്ത് തന്നെ നിർബന്ധമാകുന്നത് ആർക്കാണെന്ന് നോക്കണം. അക്കീക്കത്ത് കുട്ടി ജനിച്ചതിന് ശേഷം, കുട്ടി പൂർണ്ണമായി ജനിച്ചു, പൂർണ്ണമായി പുറത്തേക്ക് വന്നു, അതിനുശേഷം 60 ദിവസത്തിനുള്ളിൽ അക്കീക്കത്ത് അറുക്കാൻ കഴിവുണ്ടാകുന്ന ഒരാൾക്ക്, അഥവാ ഫിത്ർ സക്കാത്ത് നൽകാൻ കഴിവുള്ള രീതിയിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, അയാൾക്ക് അക്കീക്കത്ത് അറുക്കൽ സുന്നത്ത് വരുന്നുള്ളൂ. വലിയ കടബാധ്യതയുള്ള ഒരാളാണ്, അയാൾക്ക് അക്കീക്കത്ത് അറുക്കൽ സുന്നത്തൊന്നുമില്ല. അക്കീക്കത്തുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അക്കീക്കത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അക്കീക്കത്തിന്റെ നിയമങ്ങളൊക്കെ ഉളുഹിയത്ത് പോലെ തന്നെയാണ്. ഉളുഹിയത്തിൽ പറഞ്ഞതുപോലെ മൃഗങ്ങൾക്ക് പ്രായം തികയുക, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഉളുഹിയത്തിൽ പറഞ്ഞിട്ടുണ്ട് മൃഗത്തിന്റെ തോല് വിൽപ്പന നടത്താൻ പാടില്ല എന്ന്. അത് അക്കീക്കത്തിലും ബാധകമാണ്. പിന്നെ അക്കീക്കത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അക്കീക്കത്ത് അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ എല്ലുകൾ വല്ലാതെ പൊട്ടിക്കരുത് എന്നാണ്. എല്ലുകൾ നുറുക്കിയെടുക്കുക, വല്ലാതെ കഷ്ണിക്കുക, അത് ചെയ്യരുത് എന്നുണ്ട്. അത് കുട്ടിക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതിലേക്കൊരു ശുഭ സൂചന അതിന് വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം സുന്നത്തായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉളുഹിയത്തിൽ പറഞ്ഞതുപോലെ അക്കീക്കത്തിന്റെ മാംസം അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ നൽകാവൂ, മുസ്ലിങ്ങൾക്ക് നൽകാൻ പാടുള്ളതല്ല. പിന്നെ ഉളുഹിയത്ത് വേവിക്കാതെ നൽകലാണ് സുന്നത്ത്, എന്നാൽ അക്കീക്കത്ത് വേവിച്ച് നൽകലാണ് സുന്നത്ത്. അക്കീക്കത്തിന്റെ മാംസം വേവിച്ച് നൽകുക, അതാണ് സുന്നത്ത്. അപ്പം വേവിച്ചിട്ട് വീട്ടിൽ സദ്യ ഒരുക്കി ആളുകൾക്ക് കൊടുക്കുക, അങ്ങനെയുമാകാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.